ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 348 പോയിന്റിന്റെ ഗെയിൻ ഉണ്ടായി. 22,679 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 1,173 പോയിന്റ്സ് ചേർന്ന് 51,448 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 1,169 പോയിന്റ്സ് ചേർന്ന് 53,819 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 15,709 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 506 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 25.01 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 1,186 പോയിന്റ്സ് ഉയർന്ന് 73,134 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 7,171 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII സെല്ലിംഗ് തുടരുകയാണ്. 8,331 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി മീഡിയ മാത്രം എബോ 3% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 24,238 ക്ലോസ് ചെയ്തപ്പോൾ 469 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി എനർജി 553 പോയിന്റ്സ് ഉയർന്ന് 35,402 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 460 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി 23,981 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 597 പോയിന്റ്സ് ഉയർന്ന് 46,135 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 145 പോയിന്റ്സിന്റെ കുറവുണ്ടായി 14,055 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8669 ക്ലോസ് ചെയ്യുമ്പോൾ 108 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി IT 606 പോയിന്റ്സ് ഉയർന്ന് 29,669 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1308 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 273 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി 11,412 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,929 ക്ലോസ് ചെയ്തപ്പോൾ 141 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 220 പോയിന്റ്സ് കുറഞ്ഞ് 22,011 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 291 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി 8164 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 2.13% റാലി നടത്തിയെന്ന് 13 പോയിന്റ്സ് ഉയർന്ന് 665 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ആഴ്ച 140 പോയിന്റ്സിന്റെ കുറവാണ് മൺഡേ മുതൽ കാണാൻ സാധിക്കുന്നത്. 0.61% ഫോളോ കണ്ടു. ഇന്നലെ ഹോളിഡേ ആയിരുന്നു. നിഫ്റ്റി ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 എന്ന നിഫ്റ്റി ഇന്ന് 22,679 നിൽക്കുമ്പോൾ 13.20% ലോസ് ആണ് കഴിഞ്ഞ 3 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ 30 ഏപ്രിൽ 2025 24,334 നിഫ്റ്റി ഇന്ന് 22,679 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ 6.80% ഫോളാണ്, ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,778 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 228 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ടോപ്പ് ഗിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് 7% റാലി നടത്തി. ഇന്റർഗ്ലോബ് 6.02% റാലി നടത്തി. അദാനി പോർട്സ് 5.55%, അദാനി എന്റർപ്രൈസസ് 4.76%, ഭാരത് ഇലക്ട്രിക് 4.51%, SBI 3.92%, ഏഷ്യ മോട്ടോഴ്സ് 3.64%, ജിയോ ഫിനാൻസ് 3.49%, ഇറ്റേണൽ 3.29% ആൻഡ് ശ്രീറാം ഫിനാൻസ് 3.26% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി 3.61%, HDFC ലൈഫ് 2.99%, സിപ്ല 2.31%, സൺ ഫാർമ 1.63%, NTPC 1.62%, അപ്പോളോ ഹോസ്പിറ്റൽ 1.53%, പവർ ഗ്രിഡ് 1.11%, മാക്സ് ഹെൽത്ത് കെയർ 0.35%, അൾട്രാടെക് സിമെന്റ് 0.29% ആൻഡ് കോൾ ഇന്ത്യ 0.23% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് ബയോസിലെ റെക്കമെൻഡേഷനിലല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവന്റ്സ് നോക്കിയാൽ നാളെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഡേറ്റ 2 ഏപ്രിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ USA ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ 2 ഏപ്രിൽ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.